നമസ്കാരം, ഞാൻ അജിത് നമ്പൂതിരി. ഇതെൻ്റെ അമ്മ പത്മിനി അന്തർജനം. അമ്മയുടെ ചില വിഭവങ്ങൾ, ചില പ്രത്യേക വിഭവങ്ങളുണ്ട്, അധികം കാണാത്ത വിഭവങ്ങളുണ്ട്, കേരളത്തിൽ തന്നെ പരിചിതമല്ലാത്ത ചില വിഭവങ്ങളുണ്ട്. അങ്ങനെയുള്ള ചില വിഭവങ്ങൾ പരിചയപ്പെടുത്താനാണ് വിചാരിക്കുന്നത്. അങ്ങനെയുള്ള ഒരു വിഭവമാണ് ഇന്ന് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. ഇത് ചക്കക്കണ്ടൽ എന്ന് പറയും ഞങ്ങളുടെ നാട്ടിൽ. അതായത് ചക്കയുടെ കുഞ്ഞു ചക്ക, ഇടിച്ചക്ക എന്നൊക്കെ പറയുന്ന പ്രായത്തിലുള്ള, ഞങ്ങൾ നീലേശ്വരം ഭാഗത്തെല്ലാം ഇതിന് ചക്ക കണ്ടൽ എന്നാണ് പറയുന്നത്, ഈ കുഞ്ഞു ചക്കയ്ക്ക് അല്ലെങ്കിൽ ഇടിച്ചക്കയ്ക്ക് പറയുന്നത്. അപ്പോൾ ഈ ഇടിച്ചക്ക കൊണ്ട് അല്ലെങ്കിൽ ഇടിച്ചക്ക മുറിച്ച കഷ്ണങ്ങൾ കൊണ്ട് അച്ചാറുണ്ടാക്കുന്ന ഒരു കാര്യം അമ്മയ്ക്കറിയാം. സാധാരണ അധികം കണ്ടിട്ടില്ല, ഈ ഇടിച്ചക്ക കൊണ്ട് അച്ചാറുണ്ടാക്കുന്നത് അധികം കണ്ടിട്ടില്ല. ഒരു പ്രത്യേക രീതിയിലാണ് ഇതിൻ്റെ പ്രിപ്പറേഷൻ. സാധാരണ അച്ചാറുണ്ടാക്കുന്ന രീതിയിൽ വ്യത്യസ്തമായിട്ടാണ് ഇതിൻ്റെ ഒരു പ്രിപ്പറേഷൻ വരുന്നത്. നമുക്ക് നമ്മളോട് ചോദിക്കാം എങ്ങനെയാണ് അച്ചാറുണ്ടാക്കുന്നത്. ചക്കക്കണ്ടൽ ചെറുതായി മുറിച്ച് വളരെ നേർമയായി അരിഞ്ഞെടുക്കണം. ഇപ്പോൾ കണ്ടില്ലേ, ഈ ഒരു വലിപ്പത്തിലാണ് ഇത് മുറിച്ചെടുക്കേണ്ടത്. ചെറിയ ഏകദേശം ഒരു ഇഞ്ചോളം നീളം വരും. ചെറിയ കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കണം ഇടിച്ചക്ക. അതാണ് ഈ കഷ്ണത്തിൻ്റെ ഒരു വലിപ്പം എന്ന് പറയുന്നത്. പിന്നെ പുളി, ചുവന്ന മുളക് എണ്ണയിൽ വറുത്തരച്ചത്. ചുവന്ന മുളക് എണ്ണയിൽ വറുത്തരക്കണം. അതെ, ഒരു 10ഓളം പിരിയമുളകും 10ഓളം. ഇതിപ്പോൾ ചക്കയുടെ അളവ് അങ്ങനെ പറയും. അപ്പം എത്ര ചക്കക്ക് ഇത്ര അളവ് അങ്ങനെ പറയാൻ പറ്റും? ചക്കയുടെ അളവ് ഒരു ചക്ക, ഒരു ഇടിച്ചക്ക. ഒരു ഇടിച്ചക്ക പല വലിപ്പത്തിൽ വരില്ലേ? അപ്പോൾ ഒരു ഇടങ്ങാഴി, ഒരു 2-3 കപ്പ് ഒരിടങ്ങഴി. ഇപ്പം നമ്മളിപ്പോൾ കാണുന്നില്ല, ഈ വലിപ്പത്തിലുള്ള ഒരു പാത്രത്തിൽ ഇത്രയും ഇടിച്ചക്കാന്ന് മനസ്സിലാക്കാം നമുക്ക് അളവ്. അത് ഏകദേശം ഒരു 3 കപ്പോളം കണക്കാക്കാം. അതെ, 3 കപ്പ് എന്ന് പറഞ്ഞാൽ കപ്പിന് വലിപ്പം വ്യത്യാസം വരില്ല. ഇത് കാണിച്ചാൽ മനസ്സിലാവും. ഈ ഒരു പാത്രത്തിലുള്ള ഇത്രയും ഇടിച്ചക്ക കഷ്ണങ്ങൾ എന്ന് മനസ്സിൽ വിചാരിച്ചാൽ മതി ഒരു അളവിന്. അപ്പോൾ ഇതിന് നമുക്ക് എത്ര മുളക് എടുക്കേണ്ടി വരും? ഇതിന് ഞാൻ ഒരു 10ഓളം മുളക്, ചുവന്ന മുളകും ഒരു 10 പിരിയൻ മുളകും. കുംട്ടി മുളക് എന്ന് പറയും. കുംട്ടി എന്ന് പറയുന്നത് നമ്മൾ ഇങ്ങോട്ട് പറയും. അതെ, കുംട്ടി മുളക് എന്ന് പറയുന്നത് കുംട്ട എന്ന് പറഞ്ഞിട്ട് ഒരു സ്ഥലമുണ്ട് പിന്നെ കർണാടകയിൽ. അവിടെ നിന്ന് വരുന്ന മുളകാണ്. അതിന് എരിവ് കുറവാണ്, അതായത് എരിവ് കുറവാണ്, പക്ഷേ ചുമന്ന നിറം കൂടുതലാണ്. നമ്മുടെ സാധാരണ മുളകിന് ചുമന്ന നിറം കുറവാണ്, എരിവ് കൂടുതലായിരിക്കും. അപ്പോൾ രണ്ടും കൂടി മിക്സ് ചെയ്ത് ഒരു കളർ കൂടി കിട്ടും, കളർ വേണ്ടവർക്ക്. അതുകൊണ്ടാണ് ആ ഒരു സൂത്രം പ്രയോഗിക്കുന്നത്. അതായത് ചില സൂത്രങ്ങളാണ് ഈ പാചകത്തിൽ അമ്മയുടെ. അപ്പോൾ എത്ര മുളകിൻ്റെ അളവ് പറഞ്ഞു അമ്മ? പിന്നെ ഇനി ഒരു നാരങ്ങ വലുപ്പത്തിൽ പുളി കുതിർത്ത് പിഴിയണം. ഒരു 15 മിനിറ്റ് 20 മിനിറ്റ് കുതിരണം പുളി. എന്നാലേ അതിന് ആ ഒരു പ്രത്യേക ഒരു കൂട്ടും. ഒരു ചെറുനാരങ്ങ വലുപ്പത്തിൽ, ഒരു ചെറുനാരങ്ങ വലുപ്പത്തിലുള്ളത് കുതിർത്ത് പിഴിഞ്ഞ് ഒരു 1.5 കപ്പ് വെള്ളം ആക്കി വെച്ചു. ഇനി കുറച്ച് ഉപ്പ്, മഞ്ഞൾപ്പൊടി, ശർക്കര, ഇത്രയും സാധനങ്ങൾ അതിൽ ചേർക്കുക. പിഴിഞ്ഞ് ചേർത്ത് ഉലുവപ്പൊടി ചേർക്കണം. അതെ, ഉലുവപ്പൊടി ഇത് വെന്ത് പാകം വന്നതിന് ശേഷം ഉലുവപ്പൊടി, കടുക് വെക്കുക, കറിവേപ്പില പച്ചയായി ഇടുക. പച്ചയായിട്ട് ഇടുക, പിന്നെ വറുത്തിടുകയും ചെയ്യും. വറുത്തിട്ടിടുക. ഇനി നമുക്ക് ഇതിൽ പുളി ഒഴിക്കാം അല്ലേ? ഇത് ഒരു എത്ര വലിപ്പത്തിലുള്ള പുളി അമ്മ പറഞ്ഞത്? ഒരു ചെറുനാരങ്ങ വെള്ളം. ഒരു ചെറുനാരങ്ങ വലിപ്പത്തിലുള്ള പുളി കുറച്ച് നേരം കുതിർത്ത് വെച്ചിട്ട് അതിൻ്റെ വെള്ളം എടുത്തിട്ട് നമ്മളതിൻ്റെ ആ വെള്ളം ഒഴിക്കുകയാണ് ഇതിൽ. ഇപ്പോൾ ഏകദേശം ഒരു കപ്പോളം വരും ഇത് വെള്ളം. ഇനി നമുക്കിതിലേക്ക് ഈ മുളക് വറുത്തരച്ചത് അല്ലേ ഇതിലോട്ട് ആഡ് ചെയ്യാം. ഇതിപ്പോൾ കണ്ടില്ല, ഈ കുംട്ടിപ്പറങ്കി എന്ന് പറയുന്ന ഒരു കുംട്ടിപ്പറങ്കി അല്ലെങ്കിൽ കുംട്ടി മുളക് എന്നൊക്കെ പറയുന്ന ഒരു മുളക് വന്നുകൊണ്ട് എത്തിയൊരു കളർ വരുന്നതിന് നമ്മൾ നേരത്തെ പറഞ്ഞ അളവിലെടുത്ത് ഒരു ഇത്ര വലിയ ഒരു കപ്പ് നിറയെ ഒരു ഏകദേശം അതിൽ ഒഴിച്ചു. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി അല്ലേ, മഞ്ഞൾപ്പൊടി ഇടാം. എത്ര സ്പൂൺ ഇടാമേ? ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടു. ഇനിയിപ്പം ശർക്കര ഇടാം. ഇതിപ്പോൾ ശർക്കര ഇതിലേക്ക് ഇടുന്നത് ഒരു വലിയ നെല്ലിക്ക വലിപ്പത്തിൽ. കുറച്ച് കൂടിയാലും കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഒരുപാട് കൂടിക്കഴിഞ്ഞാൽ ഇതൊരു പായസം പോലെ ആയിപ്പോവും. അതിൻ്റെ ഒരു മധുരം കൂടിപ്പോവും. ശരിക്കും അത് മധുരത്തിന് വേണ്ടിയിട്ടല്ല ശർക്കര ചേർക്കുന്നത്. ശർക്കര ചേർക്കുന്നത് ഇതിൻ്റെ ഒരു സ്വാദിൻ്റെ ക്രമീകരണത്തിന് വേണ്ടിയല്ല അമ്മേ. നമ്മൾ ഉപ്പിടുന്നുണ്ട്, എരിവ് വരുന്നുണ്ട്, പുളി വരുന്നു. അപ്പോൾ ഇതിനെല്ലാം ഒന്ന് ക്രമീകരിക്കാനാണ് കുറച്ച് ശർക്കര ആഡ് ചെയ്യുന്നത്. അപ്പോൾ അത് ഒരുപാട് ശർക്കര ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ഒരു പായസം പോലെ ആയിപ്പോവും, ഒരുപാട് മധുരമായിപ്പോവും. പുളിരസം കൂടി മികച്ച് നിൽക്കണ്ടേ. ഉപ്പ് എത്ര ഇടാമോ?
ഉപ്പ് ഒരു 2 സ്പൂൺ അതിന് ഇട്ട് നോക്കാം. പോരാ, ഒരു 2 സ്പൂൺ ഇടാം. ഇപ്പോൾ നമുക്ക് ഒരുപക്ഷെ ഉപ്പ് നമുക്ക് ഈ 2 സ്പൂൺ ഇട്ടത് പോരാന്ന് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിത് കഴിഞ്ഞിട്ട് നമുക്ക് എല്ലാം തീർന്നതിന് ശേഷം വീണ്ടും കുറച്ച് ഉപ്പ് നമ്മൾ ടേസ്റ്റ് നോക്കിയതിന് ശേഷം ഉപ്പിട്ട് രണ്ടാമത് ആഡ് ചെയ്താലും പോരായിരിക്കില്ല. അച്ചാർ ഉണ്ടാക്കിയതിന് ശേഷം നമുക്കിതിന് കത്തിക്കാം അല്ലേ അത്? അതെ. ഇതിപ്പം നമ്മൾ ഇതിലിപ്പം ഈ കൽച്ചട്ടി എന്ന് പറയുന്നൊരു പാത്രമാണല്ലോ നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടാവും നിങ്ങൾ. അപ്പോൾ ഈ കൽച്ചട്ടി എന്ന് പറയുന്നത് ശരിക്ക് അങ്ങനെ ഒരു പെട്ടെന്നൊരു ചൂടൊന്നും കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത് കൽച്ചട്ടി. കാരണം അതൊരു കല്ലിൻ്റെ പാത്രമല്ലേ. അപ്പോൾ ഇതിലൊരു വെള്ളമൊക്കെ ഒഴിച്ചതിന് ശേഷം ഇപ്പം കുറച്ച് നീര് വന്നതിന് ശേഷം ആ ഒരു സ്പർശം ഉണ്ടായതിന് ശേഷം ഇത് കത്തിക്കുന്നതായിരിക്കും നല്ലത് എപ്പോഴും. കാരണം കൽച്ചട്ടി കുറച്ചൊരു സോഫ്റ്റ് ആയിട്ടുള്ള കല്ല് വെച്ച് കട്ടിയുള്ളതാണെങ്കിൽ പോലും നമ്മൾ പാത്രങ്ങൾ പറയുന്നത് പെട്ടെന്ന് ചൂടായിട്ട് പൊട്ടാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചതിന് ശേഷം അതിലിപ്പോൾ നമ്മൾ പുളിവെള്ളം അതിൽ വീണ് കഴിഞ്ഞു, കുറച്ച് മുളകിൻ്റെ വെള്ളം വീണ് കഴിഞ്ഞു, അപ്പോൾ കുറച്ചൊരു നീർ സ്പർശം വന്നു. അപ്പോൾ ഇതിനെ പേടിക്കാനില്ല നമുക്ക്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് നമുക്കിനിത് ഇത് ആഡ് ചെയ്യാം അല്ലേ? ഇനി ഇത് ചേർക്കാമല്ലോ. ഇനിയിപ്പോൾ നമ്മൾ ചക്ക കണ്ടൽ ഈ ഇടിച്ചക്ക മുറിച്ച കഷ്ണങ്ങൾ ഇതിലേക്ക് ഇടുകയാണ്. ഇപ്പോൾ ഇതിൻ്റെ വലിപ്പം ഒന്നുകൂടി മനസ്സിലാവുന്നുണ്ടാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇത് കുറച്ചുകൂടി ചെറിയ കഷ്ണങ്ങളാണ്. ഇടിച്ചക്ക ചെറുതായിട്ടാണ് മുറിച്ചെടുക്കുന്നത്. അതിനാണ് ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. എൻ്റെ ഒരു വലിപ്പം മനസ്സിലാവാൻ കൂടിയാണ് ഇങ്ങനെ ഒരു ഇട്ടുകൊണ്ടിരിക്കുന്നത്. കുറച്ചുകൂടി വേഗത്തിലിടാം, പക്ഷേ ഇതിൻ്റെ വലിപ്പം മനസ്സിലാവാനാണ്. ഇതാണ് ഇതിൻ്റെ വലിപ്പം. ഇപ്പോൾ ഇത് നമ്മൾ മുഴുവൻ ഇതിലേക്ക് ഇട്ടു, കൽച്ചട്ടിയിലേക്ക്. കുറച്ചുകൂടി വെള്ളം ഒഴിക്കാം. ഒരു ഗ്ലാസ് കൂടി വെള്ളം ഒഴിച്ചാലേ നമുക്കിത് മുങ്ങി നിൽക്കുള്ളൂ. ഈ കഷ്ണങ്ങളൊന്ന് ഒരുവിധം മുങ്ങി നിൽക്കുന്ന രീതിയിലാവണം. അപ്പോൾ മാത്രമേ ശരിക്കും വെന്ത് കിട്ടുള്ളൂ നമുക്ക്. ഇത് ശരിക്കും വെന്ത് ഉടയണം. നല്ല വെന്ത് ഉടയുന്ന രീതിയിൽ നല്ല വേവായ മാത്രമേ സ്വാദ് ഉണ്ടാവുള്ളൂ ഇതിന്. ഇതൊന്ന് ചെറുതായിട്ട് തിളച്ച് തുടങ്ങിയിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇത് അമ്മയുടെ പാചകമാണെങ്കിലും എനിക്കിത് ഈ അമ്മ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്ത് കണ്ട് കുറച്ചൊക്കെ ശീലമുണ്ട് ഇത്തരം കാര്യങ്ങളിൽ. ഞാനിങ്ങനെ തിരുവനന്തപുരത്ത് നീലേശ്വരം എന്ന് പറഞ്ഞ സ്ഥലത്ത് തിരുവനന്തപുരത്തേക്ക് താമസിക്കാൻ വേണ്ടിയിട്ട് പഠിക്കാനൊക്കെ പോയ സമയത്ത്, മ്യൂസിക് കോളേജ് പഠിക്കാനൊക്കെ പോയ സമയത്ത് മിക്കവാറും ഞങ്ങൾ ഒറ്റയ്ക്കാണ് ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയിരുന്നത്. അപ്പം അമ്മയുടെ ഈ ചെറുപ്പത്തിലുള്ള ഈ ട്രെയിനിങ് നമുക്കൊക്കെ അത് നല്ലതായിട്ട് വന്നിട്ടുണ്ട്. ഇതിനിപ്പോൾ കുറച്ചൊരു ഒരു നീരാവി വന്നു തുടങ്ങിയതിന് നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. കാരണം അടച്ച് വെച്ച് വേവിക്കുന്നതിനൊരു സ്വാദ് വേറെ തന്നെയാണ്. അതിൻ്റെ ഈ പ്രത്യേകിച്ച് ചക്ക പോലെയുള്ള ചില കഷ്ണങ്ങൾ വെന്ത് കിട്ടാൻ കുറച്ച് എളുപ്പവും ഒരു പ്രഷറിൽ ഒരു ചെറിയ പ്രഷറിൽ വേവുമല്ലോ, അതൊരു നല്ലതാണ് ശരിക്കും അങ്ങനെ ചെയ്യുന്നത്. നമുക്കിത് തുറന്ന് നോക്കാം. ഇത് ഒരു സാധാരണ രീതിയിൽ അമ്മ പറയുന്ന ഒരു 30 മിനിറ്റോളം ഉണ്ടായാൽ മാത്രമേ ഇത് വെന്ത് കിട്ടുള്ളൂ. കാരണം ചെറിയ ബേബി ജാക്ക് ഫ്രൂട്ട് എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള ഇടിച്ചക്ക ആണെങ്കിലും കുഞ്ഞു ചക്ക ആണെങ്കിൽ പോലും അതിനൊരു ഒത്തിരി നല്ലൊരു വെന്ത് ഉടയുന്ന ഒരു പരുവത്തിലായി കഴിഞ്ഞാൽ മാത്രമേ അതിന് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഒരു അരമണിക്കൂറോളം 30 മിനിറ്റോളം നമ്മൾ വേവിക്കേണ്ടി വരും. പ്രത്യേകിച്ചും കൽച്ചട്ടി ആയതുകൊണ്ട് കുറച്ച് നേരം കൂടുതൽ വേവിക്കേണ്ടി വരും ഒരു ആദ്യത്തെ രീതിയിൽ. പിന്നീട് നമ്മൾ കഴിഞ്ഞ ചില വീഡിയോയിലൊക്കെ പറഞ്ഞതുപോലെ ഈ കൽച്ചട്ടി ആയതുകൊണ്ട് അത് നമ്മൾ വാങ്ങി വെച്ച് കഴിഞ്ഞാൽ, അത് അടുപ്പിൽ നിന്ന് ഇറക്കി വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നേരം തനിയെ തിളച്ചോളും. അങ്ങനെയൊക്കെ ഉണ്ട് അതിന്. ഇത് വെന്തിട്ടുണ്ടാവും അമ്മ? വെന്തിട്ടുണ്ടാവും. നന്നായി ഒന്ന് ഇളക്കി കൊടുത്താൽ നല്ലതായിരിക്കും, കൂടുതൽ കഷ്ണമുള്ളതല്ലേ. അടിയിലുള്ള കഷ്ണങ്ങളൊക്കെ മേലേക്ക് വരട്ടെ കുറച്ചപ്പം. വെന്തതും വേവാത്തതെല്ലാം കൂടി ഒന്നിച്ചങ്ങ് വെന്തോളും. ഇനി നമുക്കിത് അടുപ്പിൽ നിന്ന് ഇറക്കി വെക്കാം. കുറച്ച് സൂക്ഷിച്ച് വേണം ഇറക്കാൻ. കാരണം ഇത് കൽച്ചട്ടി ആയതുകൊണ്ട് കയ്യിൽ നിന്ന് എങ്ങനെയെങ്കിലും താഴെ വീണ് പോയാൽ ഇതിൻ്റെ കാര്യം കഷ്ടത്തിലാവും. മെല്ലെ ഇതിന് താഴെ നമുക്ക് വേണമെങ്കിൽ ഒരു ചൂടടിക്കാതിരിക്കാൻ ഒരു പലകയോ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് അതിൻ്റെ മേലേക്ക് ഇത് മാറ്റി വെക്കുന്നതായിരിക്കും നല്ലത്. കാരണം ഇല്ലെങ്കിൽ ഗ്രാനൈറ്റിൻ്റെ ഇതുപോലുള്ള ടോപ്പൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ പൊട്ടാൻ സാധ്യതയുണ്ട്, തന്നെ ചൂടുള്ളതുകൊണ്ട്. ഇത് ഈ കൽച്ചട്ടിക്ക് ഇനി കുറച്ച് നേരം കൂടി, നമ്മൾ നേരത്തെ പറഞ്ഞു, കുറച്ച് നേരം കൂടി ഇത് ചൂട് നിൽക്കും. അപ്പോൾ ഗ്യാസിൽ നമുക്ക് കൽച്ചട്ടിക്ക് ആദ്യം ചൂടാവാൻ കുറച്ച് സമയം വേണ്ടി വരും. ഗ്യാസ് കുറച്ച് കൂടുതൽ ചിലവാകുമെന്ന് തോന്നുന്നവർക്ക്, അങ്ങനെ തെറ്റിദ്ധാരണയുള്ളവർക്ക് ഇത് ഈ ഇറക്കി വെച്ച് കഴിഞ്ഞാൽ ഇതിൽ പിന്നെ തിളച്ചുകൊണ്ടിരിക്കും. ഏകദേശം ഒരു 10 മിനിറ്റോളം ഇതിൽ മെല്ലെ തിളച്ചുകൊണ്ടേയിരിക്കും. ആ ചൂട് അങ്ങനെ തന്നെ നിൽക്കും. എന്നിട്ട് അതിലിരുന്നൊരു പാത്രപാകം വരാനുണ്ട്. അമ്മയുടെ ഭാഷയാണത്, ഞാൻ ആദ്യമായിട്ടാണ് അമ്മയിൽ നിന്ന് കേൾക്കുന്നത്. പാത്രപാകം എന്ന് പറയും. അത് ആ പാത്രത്തിൽ ഇരുന്നൊരു എല്ലാം കൂടി ചേർന്നൊരു പാകം വരാനുണ്ട് അല്ലേ അമ്മ? അങ്ങനെയല്ലേ? ഇനിയിപ്പോൾ ഇതിലേക്ക് എന്തിടാം നമുക്ക്? ഇതിലേക്ക് കടുക് വറുത്തിടാം. ഇനിയിപ്പോൾ ഇതിലേക്ക് കറിവേപ്പില, പച്ച കറിവേപ്പില നനച്ചിടാം. താളിക്കുക എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള കറിവേപ്പില ആദ്യം ഇടാവും. വെറുതെ കറിവേപ്പില ആദ്യം ഇടാം.
നല്ല കഴുകി വൃത്തിയാക്കിയ കുറച്ച് കറിവേപ്പില, കുറച്ച് നല്ലോണം ഇടാം. ഒരു 4-5, 5, 6, 7 കതിർപ്പ് എന്ന് പറയുന്നില്ലേ, ഇങ്ങനെ ഒരു കതിര് എന്ന് പറയുന്ന രീതിയിലുള്ള കറിവേപ്പിലയുടെ തണ്ട് ഒരു 5, 6 എണ്ണം ധൈര്യപൂർവ്വം ഇടാം. കുറച്ചും കൂടി ഇടാന്നാണ് അമ്മ പറയുന്നത്. ഓക്കെ, 2 എണ്ണം മതിയോ? 2 എണ്ണം 3 എണ്ണം ഇടാം. അത് നല്ല, അതിൻ്റെ നല്ല സുഗന്ധമല്ലേ? അതെ, ഇപ്പം നല്ല സുഗന്ധമാണ്. അതിട്ട് ഒന്ന് മെല്ലെ ഒന്ന് പ്രസ് ചെയ്തിട്ട് കൊടുത്താൽ നമുക്കിത് ബാക്കി ആകുമ്പോഴേക്കും അതൊന്ന് അതിൻ്റെ സുഗന്ധമൊക്കെ അതിലങ്ങ് പടർന്നോളൂ. അതിലൊന്ന് താഴ്ത്തി വെച്ചാൽ മതി ആ വെന്ത ഉടനെ കഷ്ണത്തിലേക്ക്. അപ്പോൾ നമുക്കിനി വറുത്തിടാം. നമ്മളിവിടെ ഈ വറുത്തിടുക എന്നാണ് ഞങ്ങൾ ഈ മലബാർ ഭാഷയിൽ പറയുന്നതിന്. ചില കേരളത്തിൻ്റെ തെക്കൻ ദിക്കുകളിൽ താളിക്കുക എന്നൊരു പദം ഉണ്ടെന്നാണ് തോന്നുന്നത്. നമ്മളിപ്പം ഈ ചെറിയൊരു പാത്രത്തിൽ നമ്മൾ ഇതിനെ വറുത്തിടാൻ വേണ്ടി എണ്ണ ഒഴിക്കുകയാണ്. എത്ര സ്പൂൺ എണ്ണ ഒഴിക്കാമോ? ഒരു 2 സ്പൂൺ ഇടാം. വെളിച്ചെണ്ണ ഒരു 2 സ്പൂണ് ഒഴിച്ച് അതിലേക്ക് കടുക്. എത്ര സ്പൂൺ കടുകിടാം? 2 സ്പൂൺ ഇടാം. 2 സ്പൂണ് കടുകിടാം. 2 ടീസ്പൂൺ എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള അളവ്. ഇതിലേക്ക് കുറച്ച് കടുക് പൊട്ടി ശബ്ദമൊക്കെ വരും, പടപടോന്ന് ശബ്ദമൊക്കെ വരുമല്ലോ, അറിയാലോ എല്ലാവർക്കും. ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളല്ല, എന്നാലും പറയുന്നത് മാത്രം. ഒരു 3 എണ്ണം എടുത്താൽ മതി. ഇത് കറിവേപ്പില ഒരു 4 കതിർപ്പ് കറിവേപ്പില എടുക്കുന്നു. ഇതിനെ മെല്ലെ വലിച്ചെടുത്ത് ഈ കടുക് പൊട്ടിക്കഴിഞ്ഞാൽ ഇതിലിടുന്നതായിരിക്കും നല്ലത്. ഇതിലേക്ക് കറിവേപ്പില ഇട്ടു. ഒരു മുളക് പൊട്ടിച്ചിടുന്നത് ഒരു 2 ചുമന്ന മുളക് ഇതിൽ പൊട്ടിച്ചിടുക. ചുമന്ന മുളക് കൈകൊണ്ട് പൊട്ടിച്ചിടുന്നതാണെങ്കിൽ ഓർമ്മിക്കണം, പിന്നെ കണ്ണ് തൊടരുത്. കണ്ണ് തൊട്ടാൽ പിന്നെ അതെ, അമ്മയ്ക്കത് ശീലമാണ്. അമ്മ ഇങ്ങനെ കണ്ണൊന്നും തൊടൂല. പക്ഷെ നമ്മളൊക്കെ ആണെങ്കിൽ ഒരു പക്ഷേ ഇത് പൊട്ടിച്ചിട്ടുണ്ടെങ്കിൽ കണ്ണൊക്കെ തൊടുകയാണെങ്കിൽ ഒരുപാട് നീറ്റലുണ്ടാവും. വേറെ പ്രശ്നമൊന്നുമില്ല, നീറ്റലുണ്ടാവും, അത്രയേ ഉള്ളൂ. അത് വറവായാൽ ഈ ഒരു കഷ്ണം വേവിച്ചതിലേക്ക് ഇടാം. മതിയല്ലോ അല്ലേ? പൊട്ടിക്കഴിഞ്ഞില്ല. ഒന്നുകൂടി വേണമെങ്കിൽ കഷ്ണങ്ങൾ ഇളക്കാം. ഒന്ന് യോജിക്കട്ടെ ഇതെല്ലാം. കറിവേപ്പിലയുടെ ഒരു സുഗന്ധം ഉള്ളിൽ മുഴുവൻ നിറയാൻ നല്ലതാണ് ഇടയ്ക്ക് ഇളക്കുന്നത്. ഇപ്പോൾ ഇതിൽ നമ്മൾ കണ്ടില്ലേ, ഇതിൽ നമ്മളിപ്പം സാധാരണ രീതിയിൽ ഒരു പാചക പുസ്തകത്തൊക്കെ പറയുന്ന പോലെ നമുക്ക് 2 ടീസ്പൂൺ കടുക്, അങ്ങനെ ഒരു അളവല്ല ശരിക്കും. ഈ അമ്മയുടെയൊക്കെ സമ്പ്രദായത്തിൽ പലപ്പോഴും കൈ അളവ് എന്ന് പറയുന്നത് നമുക്കൊരു കൈക്ക് കിട്ടുന്ന ഒരു അളവാണ് പലപ്പോഴും. ഒരു ഏകദേശ അളവൊക്കെയാണ്, പക്ഷേ അത് കൃത്യമായിട്ട് വരും. ചിലപ്പോൾ ഉപ്പ് മാത്രം നമ്മളൊരു പക്ഷേ രണ്ടാമത് ചിലപ്പം കൂട്ടുന്നതായിരിക്കും നല്ലത്. ഉപ്പ് നമ്മുടെ ആവശ്യത്തിൽ കുറച്ച് കുറയ്ക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. കാരണം ഉപ്പ് കൂടിയാൽ പിന്നെ കുറയ്ക്കാൻ പറ്റില്ലല്ലോ. പക്ഷേ നമ്മൾ ഉപ്പ് കുറയുകയാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ആവശ്യത്തിന് ഉണ്ടാവും ഉപ്പ് കുറച്ച് ആഡ് ചെയ്യാനും പറ്റും. പോരെ? ആയില്ല. ഈ കടുകിൻ്റെ ഈ പൊട്ടുന്ന ശബ്ദം ഒന്ന് നിന്നാൽ മാത്രമാണ് ഇത് കറക്റ്റ് ആവുന്നത്. അമ്മ തന്നെ കടുക് ആഡ് ചെയ്യട്ടെ. ഇങ്ങനെ ഒന്ന് ഇതാണ് കടുക് അത് ചേർക്കുന്നത്. വെറുതെ ഇടുകയല്ല, ഈ കഷ്ണങ്ങൾ അതിലോട്ട് ഒഴിച്ച് തിരിച്ചിങ്ങോട്ട് തന്നെ എടുക്കും. അപ്പോൾ അതിനൊരു വേറെ തന്നെ ഒരു ടേസ്റ്റ്. ഞാൻ ഇളക്കാം. ഇനിയിപ്പോൾ ഇതിൻ്റെ കടുകിൻ്റെ സ്മെല്ല് പോകാതിരിക്കാൻ കുറച്ച് നേരം ഒന്ന് അടച്ച് വെക്കണം എന്നാണ് അമ്മ പറയുന്നത്. എത്ര മിനിറ്റ് അടച്ച് വെക്കണം? ഒരു 2 മിനിറ്റ് അടച്ച് വെക്കണം. 2 മിനിറ്റ് അടച്ച് വെച്ചിട്ട് ഒരു സാധനം ഇതിൽ ആഡ് ചെയ്യാനുണ്ട്. അത് ഇതിൻ്റെ ടേസ്റ്റിനെ വളരെ സ്വാധീനിക്കുന്ന ഒരു കുഞ്ഞു സാധനമാണ്. പക്ഷേ അത് പറഞ്ഞിട്ട് കാര്യമില്ല. ഈ ഒരു പർട്ടിക്കുലർ അച്ചാറിന് ആ ഒരു ടേസ്റ്റ് കിട്ടുന്നതിന് അതിനൊരു ഘടകമുണ്ട്. കുറച്ചൊക്കെ ചേർക്കുന്നുള്ളൂ ആ സാധനം. എന്താണെന്ന് പറയാം. ഇപ്പോൾ ഒരു 2 മിനിറ്റ് നേരം കഴിഞ്ഞു നമുക്ക് വിചാരിക്കാം. ഇനി നമുക്കിതിലേക്ക് നല്ല സുഗന്ധമുള്ള ഒരു സാധനമാണ്. അതായത് ഇത് ഉലുവ വറുത്ത് പൊടിച്ചതാണ്. കാണുന്നില്ലേ? ഇത് ഉലുവ വറുത്ത് പൊടിച്ചതാണ്. ഇത് എത്ര സ്പൂൺ ഇടാമോ? അത് ഇത് ഏകദേശം 2 സ്പൂൺ ഉണ്ടാവും. ഉലുവ വറുത്ത് പൊടിച്ചതാണ്. ഇത് നമ്മളിതിലേക്ക് നല്ല ആഡ് ചെയ്യുന്നു. അപ്പോൾ ഇതിലിപ്പോൾ ഈ ഉലുവയുടെ പൊടി ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഇത് ഈ ചില ആയുർവേദത്തിൻ്റെ അല്ലെങ്കിൽ നാട്ടുവൈദ്യത്തിൻ്റെ എല്ലാം ചില അംശങ്ങൾ ഇത്തരം കറികളിലെല്ലാം പണ്ട് ഉപയോഗിക്കാറുണ്ട്. കാരണം ഈ ചക്ക ഒരു പക്ഷേ ദഹനത്തിനൊക്കെ കുറച്ച് കൂടുതൽ ദഹനശേഷിയൊക്കെ ആവശ്യമുള്ള സാധനമാണ്. ദഹിക്കാൻ കുറച്ച് പ്രയാസമാണ് പൊതുവെ. അപ്പോൾ ഒരു പക്ഷേ ഈ ഉലുവയൊക്കെ ഇടുന്ന സമയത്ത് ഇതിനെ അങ്ങ് ഒരു മിനിമൈസ് ചെയ്യാൻ, അല്ലെങ്കിൽ അതിനൊരു
ശരിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഇത്തരം ഉലുവ പോലെയുള്ള കാര്യങ്ങൾക്ക് സാധിക്കുമായിരിക്കും. അത് മാത്രമല്ല, ഈ സാധാരണ അച്ചാറുകളിൽ ഈ ഉലുവ അധികം ഇടുന്നതായിട്ട് കണ്ടിട്ടില്ല. ഈ അമ്മയുടെ ഈ ഒരു അച്ചാറിലാണ് ഉലുവ ഇടുന്നത് ഞാൻ കണ്ടിട്ടുള്ളത്. സാധാരണ അച്ചാറിൽ ഉലുവ ഇടാറില്ലല്ലോ അമ്മയുണ്ട? ചെറുനാരങ്ങ ഇടുന്നതിന് ഇടലുണ്ട്. ആ, മറ്റേ നാരങ്ങ സാധാരണ ഒരു ലൂസായിട്ടുള്ള ഒരു അച്ചാറുണ്ട്. ആ, അതും അമ്മയുടെ സ്പെഷ്യൽ അല്ലേ അത്? അല്ലാണ്ട് സാധാരണ അങ്ങനെ ഉലുവ ഇടാറുണ്ടോ? സാധാരണ ഞാൻ പൊടി ഇടലുണ്ട്, സദ്യക്കല്ലും ഇടലുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇനിയിപ്പോൾ ഇതിലേക്ക് ഒരു സ്വാദിന് നമുക്ക് പച്ചമുളക് ഒരു 2 എണ്ണം അതിങ്ങനെ നെടുകെ കീറിയത് അല്ലേ, ഒന്ന് വിടർത്തി ഇട്ടാൽ നീളത്തിൽ കീറിയത് അത് നമുക്ക് ഇട്ട് കഴിഞ്ഞിട്ട് ഒന്ന് ചതച്ചൊന്ന് കൊടുത്താൽ അതിൻ്റെ ഒരു മണവും ഒരു സുഗന്ധമൊക്കെ, ഒരു പച്ചമുളകിൻ്റെ ഒരു സുഗന്ധം ഉണ്ടല്ലോ, നമ്മുടെ എരിവിനേക്കാൾ കൂടുതൽ പച്ചമുളകിൻ്റെ ചെറിയൊരു സുഗന്ധവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് അതിനൊരു പരന്ന് കിട്ടും. അതിൻ്റെ ഉള്ളിൽ ചെറുതായിട്ട് ചതച്ച് കൊടുത്താൽ മതി. അതിൽ ഇട്ടിട്ട് തന്നെ നമ്മൾ ജസ്റ്റ് നമ്മുടെ ഈ തവി കൊണ്ട് ഒന്ന് ചതച്ച് കൊടുത്താൽ നല്ലതായിരിക്കും. എന്നിട്ട് ഒന്നുകൂടി വൃത്തിയായിട്ട് നല്ലതായിട്ട് ഒന്നുകൂടി ഇളക്കി ഒന്നുകൂടി യോജിപ്പിച്ച്, അപ്പോൾ അതിൻ്റെ ഉലുവ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഒന്നുകൂടി അങ്ങ് യോജിച്ചോളും. ഇനി നമ്മൾ ഇതിനെ അടച്ച് വെച്ച് ഒരു ദിവസമെങ്കിലും ഇതിനെ വെച്ചിട്ട് ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. കാരണം ഈ ഉണ്ടാക്കിയ ഉടനെ ഈ അച്ചാറിന് അത്ര ഒരു സ്വാദ് ഉണ്ടാവണമെന്നില്ല. ഒരു പക്ഷേ സ്വാദ് ഇല്ല എന്നല്ല, പക്ഷേ അത് ഒരു ദിവസം കഴിയുമ്പോഴേക്കും ഇതിൻ്റെ ചേരുവെല്ലാം ചേർന്ന് നല്ലൊരു ലയം പ്രാപിക്കും. അത് കഴിഞ്ഞിട്ട് കഴിക്കുന്നതിന് പ്രത്യേക സ്വാദാണ്. ഈ ഒരു ദിവസം ഇതിൽ ഈ കൽച്ചട്ടിയിൽ തന്നെ ഇരുന്ന് അതിൻ്റെ ഒരു സ്വാദെല്ലാം ഒന്ന് ഒരു ക്രമീകരിച്ച് വരാനുണ്ട്. അതെല്ലാം ക്രമീകരിച്ച് വന്ന് പിറ്റേ ദിവസം കഴിക്കുമ്പോഴാണ് ശരിക്കും ഈ അച്ചാറിനൊരു സ്വാദ് വരുന്നത്. നമ്മളിപ്പോൾ കടുമാങ്ങയെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞാൽ ഉപ്പൊക്കെ പിടിച്ചിട്ടുണ്ടെങ്കിൽ, മാങ്ങ പിടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് കഴിക്കാൻ പറ്റും. പക്ഷേ ഇതിന് ഒരു ദിവസം നിന്നിട്ട് കഴിക്കുന്നതായിരിക്കും ടേസ്റ്റിന് നല്ലത്. അപ്പോൾ ഈ ഇടിച്ചക്ക അച്ചാർ ഞങ്ങളൊക്കെ ചെറുപ്പത്തിൽ നിന്നല്ല, ഇപ്പോഴും ഞങ്ങൾ നാട്ടിൽ വരുമ്പം അല്ലെങ്കിൽ അമ്മയുടെ കൂടെ ഉണ്ട് ഞങ്ങൾക്ക് ഈ അച്ചാർ കിട്ടും. ഇതിന് ചക്ക കാലത്ത്, അതായത് ചക്ക ഉണ്ടാവുന്ന കാലത്ത് ഈ ഇടിച്ചക്കയുടെ പ്രായം വരുന്ന സമയത്ത് ഞങ്ങളത് അമ്മയോട് നിർബന്ധമായിട്ട് ഉണ്ടാക്കാൻ പറയും. ഞങ്ങൾ ഉണ്ടാക്കി കഴിക്കും. അപ്പോൾ അതിന് ദോശക്കൊക്കെ ചേർത്ത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഇതിന്. നേരത്തെ പറഞ്ഞ പോലെ ആരോഗ്യത്തിന് അത്ര ഉത്തമം നമുക്ക് പറയാൻ പറ്റില്ല, പക്ഷേ ഇതൊരു ഭക്ഷ്യ സംസ്കാരത്തിൻ്റെ ശീലമായല്ലോ നമുക്ക്. അപ്പോൾ ഏതായാലും ഈ ഒരു ചക്ക കാലമാണ്. എല്ലാവർക്കും ഇത് ഉണ്ടാക്കി നോക്കാൻ പറ്റിയ ഒരു സമയമാണ് ഇപ്പം. ഇടിച്ചക്ക ഒരുപക്ഷെ ചന്തകളിലൊക്കെ വാങ്ങാൻ കിട്ടും, അല്ലെങ്കിൽ ലോക്കലായിട്ട് അവൈലബിൾ ആണെങ്കിൽ അത് വാങ്ങി ഉപയോഗിക്കാം. ഏതായാലും ഈ ഒരു ഇടിച്ചക്ക കൊണ്ടുള്ള ഈ ഒരു അച്ചാർ ഒരുപക്ഷെ പലർക്കും അറിയാത്തതെന്നാണ് എനിക്ക് തോന്നുന്നത്. ചിലർക്ക് ഉണ്ടാക്കിയിട്ടുണ്ടാവും, പക്ഷേ അധികം കണ്ടിട്ടില്ല ഈ ഇടിച്ചക്ക അച്ചാർ. അപ്പോൾ ഇത് ഉണ്ടാക്കി നോക്കുക, എങ്ങനെ ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കുക. അപ്പോൾ നമുക്ക് നാടൻ രീതിയിലുള്ള നമ്മുടെ ഗൃഹാതുരത ഉണർത്തുന്ന രീതിയിലുള്ള നൊസ്റ്റാൾജിക് ആയിട്ടുള്ള ഒരു വിഭവമാണ്. നാടൻ രീതിയിലുള്ള, പക്കാ നാടൻ രീതിയിലുള്ള, വേറെ മസാലകളൊന്നുമില്ല. ഈ ചുമന്ന മുളകുണ്ട് എന്നുള്ളതല്ലാതെ വേറെ മസാലകളൊന്നും ചേർക്കാത്ത ഒരു വിനാഗിരി ഒന്നും ചേർത്തിട്ടില്ല ഇതിൽ. അത് വിനാഗിരിയൊക്കെ ചേർക്കുന്ന സമയത്ത് അത് പ്രിസർവേറ്റീവായിട്ട് വരും. ഈ അച്ചാർ എത്ര ദിവസം നിൽക്കുമോ? ഒരുപാട് ദിവസം നിൽക്കില്ലല്ലോ. ഈ അച്ചാറിന് നേരത്തെ പറയാൻ മറന്നുപോയ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ അച്ചാർ, ഈ ഇടിച്ചക്ക അച്ചാർ നമ്മൾ സാധാരണ കടുമാങ്ങയൊക്കെ സൂക്ഷിക്കുന്ന പോലെ കുറേ മാസങ്ങളോളം സൂക്ഷിച്ച് ഉപയോഗിക്കാൻ പറ്റിയൊരു കാര്യമല്ല. ഒരു 3 ദിവസമൊക്കെ നിൽക്കുള്ളൂ ഇത്. അല്ലെങ്കിൽ ഇതിൽ നമ്മൾ പ്രിസർവേറ്റീവ്സ് ചേർക്കണം. ഇപ്പോൾ നമ്മൾ മാങ്ങ ചേർന്ന് പ്രിസർവേറ്റീവ്സ് ചേർത്ത് കഴിഞ്ഞാൽ ആ പ്രിസർവേറ്റീവ്സിൻ്റെ അനാരോഗ്യകരമായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ശരീരത്തിലേക്ക് വരും. അപ്പം ഇതൊരു 3 ദിവസത്തേക്ക് ഉപയോഗിക്കാനുള്ള അച്ചാർ ഉപയോഗിക്കുക. വീണ്ടും വേണമെങ്കിൽ വീണ്ടും ഉപയോഗിക്കുക, എടുത്ത് വീണ്ടും ഉണ്ടാക്കിയിട്ട് ഉപയോഗിക്കുക. അതല്ലാതെ നമ്മളിതിനെ ഒരു പ്രിസർവേറ്റീവ്സ് ചേർത്ത് കുറേ ദിവസം വെച്ചിരിക്കാനൊന്നും പറ്റില്ല. കുപ്പിയിലടച്ച് വെച്ചാൽ പോലും ഇതിന് നിൽക്കില്ല, ചീത്തയായി പോകും. ഒരു 3 ദിവസത്തേക്ക് വളരെ സേഫാണ്. 3 ദിവസം കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും ഫ്രഷായിട്ട് ഉണ്ടാക്കേണ്ടി വരും. അങ്ങനെയുള്ളൊരു അച്ചാറാണ്. ഏതായാലും നിങ്ങൾ ശ്രമിച്ച് നോക്കുക, ഇത് ഉണ്ടാക്കി നോക്കുക, അതിൻ്റെ സ്വാദ് എന്താണെന്ന് അറിയുക. തീർച്ചയായിട്ടും ഒരു വ്യത്യസ്തമായിട്ടൊരു അനുഭവമായിരിക്കും ഈ ഇടിച്ചക്ക കൊണ്ടുള്ള ഈ അച്ചാർ. ഇതിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു പക്ഷേ ഉപ്പ് കുറഞ്ഞതായിട്ട് നമുക്ക് ഇത് നാളെ ഒരു ദിവസം വെച്ച് നാളെ രാവിലേക്ക് എടുക്കുമെന്ന് വിചാരിക്കുക. അപ്പോൾ നാളെ രാവിലെ എടുക്കുമ്പോൾ ഉപ്പ് കുറഞ്ഞായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് ആവശ്യമുള്ള ഉപ്പ്, ഓരോ ആൾക്കാർക്കും ഓരോ രീതിയിലാണ് ഉപ്പ് വേണ്ടത്. ചിലർക്ക് ഉപ്പ് കൂടുതൽ വേണം, ചിലർക്ക് ഉപ്പ് കുറച്ച് മതി. അപ്പം ആ ഉപ്പിൻ്റെ ഒരു ആവശ്യത്തിനനുസരിച്ച് അതിൻ്റെ ഒരു അളവ് രണ്ടാമത് കുറച്ചുകൂടി ആഡ് ചെയ്യുക. അത് ആദ്യം ഒരുപാട് ഉപ്പ് ആഡ് ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത്. ഇത്തരം വിഭവങ്ങൾ, ഇത്തരം കാര്യങ്ങൾ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ യൂട്യൂബിൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്ന് പറയുമ്പോൾ യൂട്യൂബിലെ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുക മാത്രമാണല്ലോ ചെയ്യേണ്ടത്. അപ്പോൾ അത് ചെയ്യുന്ന സമയത്ത് അതിന് തൊട്ടടുത്ത് തന്നെ ഒരു ബെൽ ബട്ടൺ വരും. അപ്പോൾ ആ ബെൽ ബട്ടൺ കൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഈ പുതിയ ഇത്തരം വീഡിയോസ് ഈ ചാനലിൽ വരുന്ന സമയത്ത് അതിൻ്റെ നോട്ടിഫിക്കേഷൻ ഈ യൂട്യൂബിലുള്ള നോക്കുന്ന സമയത്ത്, ഇപ്പോൾ മൊബൈലിൽ എല്ലാത്തിലും ഈ ആപ്ലിക്കേഷൻ നോക്കാൻ പറ്റുന്നുണ്ടല്ലോ. അപ്പം യൂട്യൂബിൽ നമുക്ക് അതിൻ്റെ സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാർക്ക് ഈ പുതിയ വീഡിയോ വരുന്ന സമയത്ത് അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റും പുതിയൊരു വീഡിയോ വന്നിട്ടുണ്ട്, പുതിയൊരു വിഭവം വന്നിട്ടുണ്ട് എന്നറിയാൻ പറ്റും. അപ്പം അമ്മയുടെ കൈപ്പുണ്യമുള്ള നല്ല വിഭവങ്ങൾ വീണ്ടും നമുക്ക് പരിചയപ്പെടാം. ഇന്നേക്ക് നമസ്കാരം.